ക്രിസ്മസ് വന്നല്ലോ, ഉണ്ണി പിറന്നല്ലോ, കാതർ വന്നല്ലോ, കൂടെ സാന്തയുമുണ്ടല്ലോ. നാട്ടുകാരെ ഓടി വരൂ കാതറിന്റെ നക്ഷത്രം വാങ്ങാൻ, നാട്ടുകാരെ ഓടി വരൂ കാതറിന്. കാതറേ ആ ഇക്ക് വരികയാണെന്ന്. കാതർക്ക ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. നമ്മൾ അങ്ങോട്ട് തന്നെയാണ് മോനെ വിച്ചു വന്നോണ്ടിരിക്കണത്. ഈ സാമാനം തള്ളിയിട്ട് പോണ്ടേ മോനെ? ഇത് കൊറേ സാധനങ്ങളുണ്ടല്ലോ. ചക്കണക്കിന് ഉറുപ്പ്യ കൊടുത്ത് കൊച്ചിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാ. എല്ലാരും തോന കാശായതാ. കളയാൻ പറ്റുമോ മോനെ? ഖാദർക്കാടെ ബിസിനസ് ഈ വർഷം പൊടി പൊടിക്കും ഇൻഷാ അല്ലാ. നിങ്ങളുടെ നാവ് പൊന്നായിരിക്കട്ടെ. അല്ല, നിങ്ങളുടെ വീട്ടിൽ ഈ പ്രാവശ്യം ക്രിസ്മസിന് വിശേഷങ്ങളൊന്നുമില്ലേ? ഇതൊക്കെ വാങ്ങിച്ചങ്ങ് തൂക്ക് വിച്ചു. നല്ല അടിച്ചാമ്പോൾ ബാലനക്ഷത്രങ്ങൾ നമ്മളെ വണ്ടിയിലുണ്ട്. ഇത് നോക്ക്, സ്പ്രിങ്ങിലാടുന്ന സാന്താക്ലോസ് ഉണ്ട്, മഞ്ഞമ്മലാടുന്ന സ്നോബോൾ ഉണ്ട്, പിന്നെ കുറേ സമ്മാനപ്പൊതിയലുണ്ട്. എല്ലാം നല്ല ഫ്രഷ് പീശലാ. ചൈനയിൽ കൊണ്ടുവന്ന് നമ്മൾ കൊച്ചിയിൽ പോയി ഇറക്കിയതാ. തോന കാശ് കൊടുത്തതാ. മോനെ, നക്ഷത്രങ്ങൾ തന്നെ പല ടൈപ്പ് ഉണ്ട്. നിറം മാറുന്ന വാൽനക്ഷത്രം വല്ലതും ഉണ്ടോ ഖാദർക്ക? നിറം മാത്രല്ല, വാല് വരെ ഞമ്മക്ക് മാറ്റാം. ഇക്ക് വന്ന് നോക്ക് വെച്ച് എല്ലാം നമ്മളെ വണ്ടിയിലുണ്ട്. ഇക്ക് ശരിക്ക് വന്ന് നോക്ക്. ശരി, ഇത് കൊള്ളാലോ. ഈ സ്നോബോള് ഇത് എവിടെന്നാ ഖാദർക്ക വാങ്ങിയത്? പടച്ചോനെ, ഇജ്ജി നമ്മുടെ വണ്ടിയുടെ മോളിൽ കയറി നോക്കണത്. താഴെ ഇറങ്ങണ ഹമക്കേ, നക്ഷത്രങ്ങളൊക്കെ ചതഞ്ഞു പോവില്ലേ? എനിക്ക് വേണ്ട ഖാദർക്കാടെ നക്ഷത്രമൊന്നും. എന്റെ കരണം ചിറ്റപ്പം വാങ്ങാൻ പോയിട്ടുണ്ട്. നല്ല വാൽനക്ഷത്രം വാങ്ങിച്ചു വരും, നോക്കിക്കോ. പക്ഷേങ്കിൽ മോനെ, ഓന് എവിടെ തപ്പിയാലും ഈ സമ്മാനപ്പൊതിയിൽ കിട്ടില്ല. ചെണ്ട പോലിരിക്കണ ഈ സാധനങ്ങളും കിട്ടില്ല. ഇത് നമ്മൾ ചൈനയിൽ നിന്ന് തോനെ കാശ് കൊടുത്ത് കൊച്ചിയിൽ ഇറക്കിയതാ. ഇത് നമ്മുടെ പൊടിയിൽ മാത്രം ഉണ്ടാവുള്ളൂ. എങ്കിൽ പിന്നെ നല്ലത് നോക്കി കുറച്ച് വാങ്ങിക്കോ വെച്ചു. ക്രിസ്മസ് അല്ലേ, നമുക്കും കുറച്ച് നക്ഷത്രങ്ങളൊക്കെ ഇടാം. ശരി. കരുണന് ചിലപ്പോ നല്ലതൊന്നും കിട്ടിയില്ലെങ്കിലോ. ഇത് നോക്ക്, നല്ല സ്വർണ്ണ കളറുള്ള വാൽ നക്ഷത്രം, നല്ല ചിമ്മല കളറുള്ള നക്ഷത്രം, വർണ്ണ കളറുള്ള നക്ഷത്രം, പിങ്ക് കളറുള്ള നക്ഷത്രം. നമ്മുടെ ബോഡിയിൽ സ്വർണ്ണ കളറുള്ള നക്ഷത്രമാണ്. ഇത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഉത്തരത്തിൽ തൂക്കാം. ഉത്തരത്തിൽ തൂക്കാനാണെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല സ്നോബോൾ ഉണ്ട്. ഇരിക്കട്ടെ മോനെ? അതൊന്നും വേണ്ട, അതൊക്കെ കരുണം ചിറ്റപ്പം വാങ്ങിച്ചോണ്ട് വരും. സ്നോബോളും ക്രിസ്മസ് ട്രീയും ചിറ്റപ്പം വാങ്ങാൻ പോയേക്കുക. ഇത്രയും മതി അല്ലേ മാമ? ഈ സ്വർണ്ണ കളറുള്ള വാൽനക്ഷത്രം കൂടി ഈ ബെക്ക് മോനെ. എന്താ അതിൻ്റെ ഒരു ഭംഗി! ഇതാ ഉമ്മർത്തങ്ങോട്ട് തൂക്കിയിട്ടാ പിന്നെ പുറത്ത് നാല് നോക്കിയിരിക്കും നിങ്ങളെ വീട്. നല്ല കുളിര് കോരുന്ന വീട്. പേടിച്ചോ മോനെ, പേടിച്ചോ. ഖാദറിന് കച്ചവടം നടക്കട്ടെ. അതെ അതെ, ഈ കൊല്ലത്തെ നക്ഷത്ര കച്ചവടം ലാഭാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ കോഴിപ്പീടിയ ഒന്ന് നല്ലോണം ചോദിഞ്ഞ് നടത്തിക്കൊണ്ട് പോവാൻ. കോഴിപ്പീടിയൊക്കെ എന്ത് പറ്റി ഖാദറെ? ഖാദർക്ക് പൊക്കോ, കാശ് പിന്നെ തരാം. പടച്ചോനെ, ഇതും കടോ. ഇതെന്നെ പെങ്ങളെ നമ്മളെ കോഴിപ്പീടിയേക്കും പറ്റിയത്. കാശ് പിന്നെ തരാന്ന് പറഞ്ഞ് ഓനും ഓന്റെ മാമനും കൂടി മേടിച്ചുകൊണ്ട് പോയ ചിക്കന് കണ്ണും കണക്കില്ല. നമ്മൾ വീടിയും പൂട്ടി ഇപ്പൊ പുതിയ കച്ചവടം തുടങ്ങി. ഇത് പൂട്ടിക്കാൻ നോക്കാം. ഇതിന്റെ കാശ് നമ്മൾ എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കും, നോക്കിക്കോ. അപ്പൊ പോട്ടെ പെങ്ങളെ, ശരി, പിന്നെ കാണാം. ശരി ഖാദറെ. ചെയ്യോ, ഈ പയ്യന്മാരെന്താ മോത്തൊക്കെ നോക്കാണ്ടിരിക്കണത്? കാശൊക്കെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് തന്നാ മതി. നമ്മള് പോവേണി. എന്തായാലും മോത്തൊക്കെ നോക്കണം. ചിറ്റപ്പൻ വന്നാൽ അപ്പ കാശ് തരാം. ചിറ്റപ്പന് ലോട്ടറി അടിച്ചു. നമ്മളത് വിശ്വസിക്കൂല, നമ്മക്കത് വിശ്വസിക്കാൻ പറ്റൂല. ഓന് ശരിക്കും ലോട്ടറി അടിച്ചാ? മനുഷ്യ, കരുണം വന്നാ അപ്പൊ ആ കാശ് മേടിച്ച് ഖാദറിന് കൊടുത്തേക്കണം. അതൊക്കെ കൊടുക്കാം, ക്രിസ്മസ് അല്ലേ. നീ അവൻ വരുമ്പോഴേക്കും ഒരു കേക്ക് ഉണ്ടാക്ക് അല്ലേ വെച്ചു? അതെ അതെ, ഓറിയോ കേക്ക് തന്നെ ആയിക്കോട്ടെ. എന്താ ഈ പ്രാവശ്യം ക്രിസ്മസ് കരോളും പാട്ടുകളൊന്നും ഇല്ലേ? പിന്നെ ക്രിസ്മസ് കരോളില്ലാതെ പിന്നെ എന്ത് ക്രിസ്മസ്? കരോളിന് പോയി കഴിഞ്ഞ തവണത്തെ പോലെ പട്ടികടിയും കൊണ്ട് വന്നാ ഇവിടെ നോക്കാനാണില്ല, പറഞ്ഞേക്കാം. അത് പിന്നെ കഴിഞ്ഞ തവണ പാടിയ പാട്ട് പട്ടിക്ക് ഇഷ്ടപ്പെടാണ്ട. ഇത്തവണ ഞാൻ പുതിയൊരു പാട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഏത് പാട്ടാ പാടി? അത് പിന്നെ തെമ്മ തെമ്മ തെമ്മാടിക്കാറ്റെ. ഈ പാട്ട് പാടിയിട്ട് നിന്നെ പട്ടി കടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ പ്രാവശ്യം ഏത് പാട്ടാ പാടാൻ പോകുന്നത്? അത് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് പാട്ടാ. വാ ഇതിങ്ങനെ തന്നെ കരോളിന് പാടിയാ നിനക്ക് ഈ പ്രാവശ്യം പട്ടികടി ഉറപ്പാ. അതിനിങ്ങനെ തന്നെ പാടുന്നേന്ന് ആരാ പറഞ്ഞേ? ദാ കേട്ട് നോക്ക്. വാ എന്റെ സുനാഥ, എന്റെ സുനാഥ. ഇത് കൊള്ളാം. നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലാതിരുന്നാ ഭാഗ്യം. നാട്ടുകാരെന്തിനാ തല്ലുന്നേ? ഞാൻ യേശുവിന്റെ പാട്ടല്ലേ പാടുന്നേ. ഇവനോട് ഇനി സംസാരം വേണ്ട, അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളും. പാട്ടൊക്കെ പാടണമെങ്കിൽ ഇങ്ങനെ പാടണം. എന്റെ സ്വന്തം പാട്ടാ, കേട്ട് നോക്ക്. നീ പാട് മോളെ. ക്രിസ്മസ് വന്നല്ലോ, ഉണ്ണി പിറന്നല്ലോ, സാന്റ വന്നല്ലോ, കൂടെ ഞങ്ങളും ഉണ്ടല്ലോ. കൂട്ടുകാരെ വരുന്നില്ലേ, വീട്ടിലിരിക്കല്ലേ. പാതിരയായല്ലോ, നമുക്ക് കരോള് പാടണ്ടേ. പാതിരയായല്ലോ, നമുക്ക് കരോള് പാടണ്ടേ. എന്റെ യേശുനാഥ, എന്റെ
യേശുനാഥ ആ ആ ആ ഇതാ നല്ലത്. അല്ലാതെ ഓണത്തിന് പാടുന്ന പാട്ടെടുത്ത് ക്രിസ്മസിന് പാടി ആരും അറിയില്ലെന്ന നിന്റെ വിചാരം. എന്തായാലും ഇയാളുടെ യേശു ചേട്ടന്റെ പാട്ടിനേക്കാളും നല്ലതായിട്ടത്. ഓ തലവേദന എടുക്കുന്നു. എല്ലാരും ഒന്നും മിണ്ടാതെ നിന്നേ. എങ്കിൽ പിന്നെ ആന്റി ഒരു നല്ല പാട്ട് പാട്. നമുക്ക് അത് പാടാലോ കരോളിനി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ. അയ്യോ പറച്ചോടെ, നമ്മുടെ വണ്ടി തകർന്നേ. ഓ മിഷയിലാണോ പോയത്? അയ്യോ ചിറ്റപ്പൻ വരുന്നു, ചിറ്റപ്പൻ സ്ലോ ബോൾസ് കൊണ്ടാ വരുന്നേ. കരുണ നീ എത്തിയോ? നീ എവിടെയായിരുന്നു ഇത്രയും നേരം? നീ ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ചോ? ഞാനിവിടെ ഉണ്ടളിയാ. വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അതാ വൈകിയത്. ഒരു ഉന്തു വണ്ടിക്കാരൻ, അവൻ അഹങ്കാരിയാ. വണ്ടി നിറയെ നക്ഷത്രങ്ങളുമായി വണ്ടി തള്ളിയവൻ നടുറോട്ടിൽ കൂടെ വരുവാ. അയ്യോ അത് കാതർക്കാ. കാതറായാലും ബീരാനായാലും ഞാനൊന്ന് പാളിച്ചു വിട്ടിട്ടുണ്ട്. ഇനി അവൻ ജീവനോടെ ഉണ്ടാവോ? അയ്യോ പാവം കാതർക്ക. കേക്ക് റെഡിയായോ അജിനെ? നിങ്ങളൊന്നും മിണ്ടാതിരുന്ന ഇപ്പൊ റെഡിയാക്ക. കേട്ടോ കരുണ, നാളെ വിച്ചു കരോളിന് പോകുന്നുണ്ട്. ഇവളുടെ പാട്ടാ കരോളിന് പാടാൻ പോകുന്നേ. നിനക്ക് കേൾക്കണോ? കരോളിന് പാടാനാണോ? എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പാട്ടുണ്ട്. ഇതാ പിടിച്ചോ. ഞാൻ ഒറ്റക്ക് ചുമത്ത് കൊണ്ടുവന്നതല്ലേ, ഒന്ന് സഹായിച്ചൂടെ? നീ ആ കരുണനോട് പറ. ചിറ്റപ്പ ആ സ്നോബോൾ ഒന്ന് ഇറക്കി വെക്കാൻ സഹായിക്കുവോ? നീ ഗോപോളിയനോട് പറയിപ്പിച്ചു. എനിക്ക് വല്ലാത്ത നടുവേദന. എനിക്ക് ഞാൻ തന്നെ എടുത്തു വെച്ചോളാം. ക്ഷീണിച്ചു. ആന്റി കേക്ക് റെഡിയായോ? കേക്ക് വേഗം റെഡിയാക്കിയാട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കരോൾ ഗാനം സെറ്റാക്കാനുള്ളതാ. ഇത് കഴിഞ്ഞു.